ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മേ, ഇതെന്തോ ആപത്തിന്റെ സൂചനയല്ലേ? അല്ലാതെ നാഗത്തമാരിങ്ങനെ വരാന്ന് പറഞ്ഞ ആപത്തിന്റെ സൂചനയല്ലേ, ശുഭസൂചനയാ. ഇതിനു മുമ്പും എന്തെങ്കിലും ഒരു ശുഭകാര്യം നടക്കുമ്പോ ഈ നാഗം ഇവിടെ എത്താറുണ്ട്. ദാദാ മാഡോയെ മറ്റൊരാൾ വേഷം കെട്ടുക, നവീനമായി ഇടപെടുക, എനിക്കെന്തോ സമ്മതിക്കില്ലെന്നാ തോന്നുന്നേ. ഗാഥയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. അവളെക്കുറിച്ചുള്ള എന്റെ ആശങ്ക എന്റെ മോക്ക് നന്നായിട്ടറിയാം. ആ പെൺകുട്ടിയുടെ തീരുമാനമാണ് പ്രധാനം. അവൾ ഓക്കെ പറഞ്ഞ അതെന്റെ ഗാഥമോളുടെ ജീവൻ ഒരു ഉറപ്പ് തന്നെയാണ്. മാം, നമ്മളിപ്പോ ആ കുട്ടിയോട് പറഞ്ഞത് ഗാഥാ മാഡത്തിന്റെ വേഷത്തിൽ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാനാ. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞ് നവീൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നൊക്കെ പറയുമ്പോ ആ പെൺകുട്ടിയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അവളുടെ നാട്ടിൽ അന്വേഷിച്ചപ്പോ അത്യാവശ്യം തന്റെയുള്ള കൂട്ടത്തിലാണെന്ന് അറിഞ്ഞത്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നത്. അവളുടെ പ്രധാന പ്രശ്നം അവളുടെ അമ്മയുടെ ജീവനാണ്. അതിനു വേണ്ടത് പണമാണ്. അത് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. പിന്നെ താലികെട്ടിന്റെ സമയമൊക്കെ ആവുമ്പോഴേക്കും കൈപ്പറ്റി കഴിഞ്ഞ പണം തിരിച്ചു നൽകാനാവാത്ത അവസ്ഥയിൽ അവൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ പറയുന്ന എന്തായാലും അതനുസരിക്കാതെ നിവൃത്തിയില്ലണ്ടാവും. കുരുക്കാണല്ലേ? യെസ്, കുരുക്കിന്റെ ഒരു ഭാഗം അവളുടെ അമ്മയുടെ കഴുത്തിലാ. ഒന്നെന്റെ ഗാഥമോളുടെ കാര്യത്തിലും. അവളുടെ അമ്മയ്ക്ക് രോഗത്തിന്റെ ഭീഷണിയാണെങ്കിൽ എന്റെ മോക്ക് ശാപത്തിന്റെ ഭീഷണിയാ. ഗാഥമോളെ ഞാൻ രക്ഷിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോ ആ കുരുക്കിനകത്തുള്ളവര് തീർന്നു പോയാലും ഞാനത് കാര്യാക്കില്ല. എനിക്കെന്റെ മോളാ വലുത്. അവളിത് സമ്മതിക്കില്ലേ സിനി? അവളുടെ അമ്മയുടെ ഓപ്പറേഷന്റെ കാര്യം പറയുമ്പോ സമ്മതിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പാവങ്ങളുടെ ഒരു കുഴപ്പം എന്താണെന്ന് അറിയോ മാം? അഭിമാന ബോധം വളരെ കൂടുതലായിരിക്കും. ചത്താലും കോംപ്രമൈസ് ചെയ്യില്ല. അങ്ങനെ അവള് തീരുമാനിച്ചാൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വന്നാലേ ആ ഗോപാലിനെ സുനിതയെ നമുക്കിവിടെ വീണ്ടും വരുത്തണം. എന്ത് വേണമെങ്കിലും അവർക്ക് ഓഫർ ചെയ്യണം. ഞാൻ ഈ വാരിക്കൂട്ടിയിരിക്കുന്നതൊക്കെ എന്റെ മോക്ക് വേണ്ടിട്ടാ. അതിലൊരു വലിയ ഭാഗം എന്റെ മോളുടെ ജീവന് വേണ്ടി ചെലവഴിക്കാൻ എനിക്കൊരു വിരോധവും ഇല്ല. അവരുടെ തീരുമാനം വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം മാം. എന്താ എന്താ ഉണ്ണി? എന്താ അവിടെ? എന്താടി? അവിടെ തുളസിത്തറയുടെ അടുത്തൊരു പാമ്പ്. അമ്മേ പോലെ. വേണ്ടമ്മേ, അങ്ങോട്ട് പോവണ്ട. വലിയൊരു പാമ്പാ. നീ ഒന്ന് വിട്ടേ. വേണ്ടമ്മേ. മാറി നീ നോക്കട്ടെ. അമ്മ വേണ്ട. പ്രത്യക്ഷപ്പെട്ടല്ലോ, സന്തോഷമായി. അമ്മേ, ഇതെന്തോ ആപത്തിന്റെ സൂചനയല്ലേ? അല്ലാതെ നാഗത്തമാരിങ്ങനെ വരാന്ന് പറഞ്ഞ ആപത്തിന്റെ സൂചനയല്ലേ, ശുഭസൂചനയാ. ഇതിനു മുമ്പും എന്തെങ്കിലും ഒരു ശുഭകാര്യം നടക്കുമ്പോ ഈ നാഗം ഇവിടെ എത്താറുണ്ട്. ആ വരവ് ഒരനുഗ്രഹം തന്നെയാ. പേടിക്കണ്ട കുട്ടി, പറഞ്ഞത് സത്യാ. ഈ ഗതികേടിനിടയിലും എന്തോ ഒരു നന്മ സംഭവിക്കാൻ പോകുന്നുണ്ട്. മനസ്സിന്ന് ഒരു വലിയ ആശങ്ക ഒഴിഞ്ഞു. എല്ലാ ചോദ്യങ്ങൾക്കും നാഗദൈവങ്ങളും മറുപടിയും തന്നു കഴിഞ്ഞു. വിശ്വാസം പറഞ്ഞില്ലേ നിനക്ക്?
അമ്മ പറഞ്ഞ വിശ്വാസമാണ്. പക്ഷേ എനിക്കെന്തായാലും ഇനി ഒരു ശുഭകാര്യമില്ല. അപ്പം നല്ലത് നടക്കാനിരിക്കുന്നത് കൃഷ്ണയ്ക്ക് തന്നെയായിരിക്കും. നോക്കിക്കോ. അവൾ ഒരു നല്ല വാർത്തയും കൊണ്ടേ തിരിച്ചു വരൂ. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു. മോളെ മോളെ നീ സിത്താര മേഡത്തിനെ വിളിക്കുന്നില്ലേ? സമ്മതമാണെന്ന് പറയണ്ടേ? ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന. അമ്മയ്ക്ക് അസുഖം വന്നപ്പോ അമ്മയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് പറയാതൊക്കെ ഇരുന്നിട്ടുണ്ട്. സുന്ദരി ചേച്ചി അന്വേഷിച്ചിറങ്ങിയതും ഓപ്പറേഷന് പണം അന്വേഷിച്ച് നടന്നതും ഒക്കെ. പക്ഷെ ഇത് ഞാൻ വേറൊരാളായിട്ട് ജീവിക്കാൻ പോവല്ലേ? അറിഞ്ഞോ അറിയാതെയോ ഞാൻ പലരെയും ചതിക്കല്ലേ? അതൊക്കെ ആലോചിക്കുമ്പോ എല്ലാം നമ്മൾ സംസാരിച്ചല്ലേ മോളെ. ഞങ്ങളെ കൊണ്ട് വഴിയുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഈ വേഷം കെട്ടിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വിടില്ലായിരുന്നു. നീയും ഗോപാലേട്ടനും നാട് മുഴുവൻ കൈനീട്ടി നടന്നാലും നിന്റെ അമ്മയുടെ ഓപ്പറേഷനുള്ള കാശ് കിട്ടൂല. മോള് വിളി. നമ്മുടെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ല. വാങ്ങി സംസാരിക്കും മോളെ. ദാ സിത്താര മാഡത്തിന്റെ നമ്പറാ, സംസാരിച്ചോ. ആ സുനന്ദയെ വിളിക്കുന്നേ. ഹലോ. ഹലോ മാഡം, ഞാൻ കൃഷ്ണയാ. ആ എന്തായി എന്തായി ആലോചിച്ചിട്ട്? സമ്മതാണോ ഞാൻ പറഞ്ഞ കാര്യം? അത് എനിക്കോ എന്റെ അമ്മയ്ക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് മാഡം. അങ്ങനെ ഉറപ്പുണ്ടെങ്കില് എനിക്ക് സമ്മതം. ഗുഡ്. അപ്പോ ഞാൻ ഈ കാര്യം ഉറപ്പിക്കുകയാണ്. കുട്ടിക്ക് ആവശ്യമുള്ള പണം ഇന്ന് കുട്ടിയുടെ അക്കൗണ്ടിലെത്തും. ഞാനത് സിനിയെ പറഞ്ഞ് ഏൽപ്പിച്ചോളാം. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് കുട്ടി ഇങ്ങോട്ട് എത്തണം. കേട്ടല്ലോ? ശരി മാഡം. എന്ത് ആവശ്യമുണ്ടെങ്കിലും കുട്ടിക്ക് എന്നെ വിളിക്കാം. പണം ഇന്ന് എന്നെ ബാങ്കിലിടാന്ന് പറഞ്ഞു. എന്റെ പൊന്നുമോളെ, ഈ പണത്തിന് വേണ്ടി നീ എത്രമാത്രം അലഞ്ഞൊന്നും കൈയും കണക്കുണ്ടോ? ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് നീ കണക്കാക്കിയാ മതി. അമ്മയെ രക്ഷിക്കാൻ ദൈവം കാണിച്ചെന്ന വഴി. എനിക്ക് നാഗദൈവങ്ങളെ വിശ്വാസമാണ്. അവര് കാത്തോളും. സിനി, ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തണം. ഗാദമോളോട് കാര്യങ്ങളെല്ലാം പറയാം. അവളെ സമ്മതിപ്പിക്കണം.